فلما تغشاها حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين ومحبة أهل بيتي وقراءة القرآن. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. صلى الله على النبي وسلم دعبا كما بدر وساد وعلما أعداد كل مكونات كلما حج التي قد زمزما وهتيما صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبني يا رسول الله من عند الله صلاة الله معها تحيته سلام الله إجلال قدرك أسكن تفخيما صلوا عليه وسلموا تسليما. मदीना को जाए ये जीता होता है, मुकद्दर बनाए ये जीता होता है। मदीना के आका दो आलम की मौला तेरी पास आए ये जीता होता है। मोहम्मद की सीरत मोहम्मद की बातें सुने और सुनाए ये जीता होता है। मदीना को जाए ये जीता होता है, मुकद्दर बनाए ये जीता होता है। സ്നേഹ ബഹുമാനാദവും നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനം. അതിരട്ട ദയാപരനും അത്യുദാരനും അതുല്യനും അദൃശ്യനും അനുഗ്രഹദാതാവും അഖിലാധിപതിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശിഷ്യമായി സംഗമത്തിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകുന്നു. ശിഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസിയ്യത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലുമുപരി ഈ പരിപാവനമായ മജ്ലിസുൽ ഇൽമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തിയ അഭിവന്ദരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകും. അവരുടെ മണ്ണറകളെ
കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മണിയറയാക്കി പരിവർത്തിപ്പിക്കുമാറാകട്ടെ. പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലും സമൃദ്ധിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോട് ഇവിടെ നടത്തപ്പെടുന്ന മതപ്രഭാഷണ പരമ്പരയുടെ 3-ാം ദിവസമായിരുന്നു. നോട്ടീസിൽ സൂചിപ്പിച്ചതുപോലെ ഖുർആനിലെ കൗമാരം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുവാനും കേൾക്കുവാനും അതിലെല്ലാം ഉപരി പ്രാവർത്തിക തലത്തിൽ സജീവമാക്കി അതുവഴി അള്ളാഹുവിന്റെ തൃപ്തി കരകരമാക്കുവാൻ അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ പ്രചോദനമാക്കട്ടെ എന്ന ദുആയോടെ നിങ്ങളുടെ എല്ലാവരെയും അനുമതിയോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അള്ളാഹു നാം ഏവരെയും സ്വീകരിക്കുന്നത്. പ്രാണികളൊക്കെ നമ്മൾ വളർത്തണോ? സീസണാണ്. അത് കേൾക്കാൻ വന്നവരെക്കാളേറെ പ്രാണികളുണ്ട്. ലോക പ്രശസ്ത സമുദ്ര ഗവേഷകനായ സർ വില്യം ചഡ്ഡി ഹഡ്സൺ ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഗവേഷണ നിരീക്ഷണ പഠനങ്ങളുടെ ഭാഗമായി വിശാലമായ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ തീരത്തുകൂടി നടന്നു പോകുമ്പോൾ വിജനമായ ആൾത്തരപ്പെടുന്ന ആ കടൽ തീരത്ത് ഒരു സുന്ദരിയായ യുവതി ചൂണ്ടലിൽ മീനെ പിടിക്കാൻ വേണ്ടി ചൂണ്ടലും സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കാത്തിരിക്കാം. എല്ലാവരും ഒഴിഞ്ഞ് തിരക്കൊടിഞ്ഞ് ഈ സമുദ്രതീരത്ത് ചൂണ്ടലുമായി മീൻ പിടിക്കാൻ നിൽക്കുന്ന ആ യുവതിയെ കണ്ട് കൗതുകം തോന്നിയ സർ വില്യം ആ പെൺകുട്ടിയുടെ അടുത്തോട്ട് ചെന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച വളരെ ഭീതിതമായൊരു കാഴ്ചയായിരുന്നു. ശരീരം മുഴുവനും മുറിവുകൾ വന്ന് ആരോ മാംസം മൂർച്ചയുള്ള ആയുധം കൊണ്ട് മുറിച്ചെടുത്തതുപോലെ ശരീരം മുഴുവനും രക്തത്തിൽ മുങ്ങിക്കുളിച്ച് ഒരു സ്ത്രീ ആ വേദനയൊന്നും കണക്കാക്കാതെ അവർ കടലിലേക്ക് ഒരു ചൂണ്ടലുമറിഞ്ഞ് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എപ്പോൾ അതിൽ ഇരകൾ കൊത്തുമെന്നറിയാം. സർ വില്യം നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ മടിയിൽ ഒരു പിഞ്ച് പൈതൽ തളർന്ന അവശയായി കിടന്നുറങ്ങും. ആകാംക്ഷാഭരിതനായ സർ വില്യം ആ പെൺകുട്ടിയോട് ചോദിച്ചു, അത്രേ നിനക്ക് എന്തു പറ്റി? നിന്റെ ശരീരം ഇത്രയേറെ മുറിവുകളായി രക്തം ധാരധാരയായി ഒഴുകുന്നുണ്ടോ? ആ വേദനയൊന്നും വകവെക്കാതെ ഈ കടൽ തീരത്ത് വന്ന് നിനക്ക് എങ്ങനെ മീൻ പിടിക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അത്രേ ഞാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മറുഭാഗത്തുള്ള ബംഗാളിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിച്ചൊരു പെൺകുട്ടിയായിരുന്നു ഞാൻ. ഈ അടുത്ത ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിൽ പെട്ടെന്നൊരു വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. അതേവരെ ഒന്നിച്ച് ഒരുപോലെ ഏകോദര സഹോദരങ്ങളെ പോലെ താമസിച്ചിരുന്ന ഇരു വിഭാഗങ്ങൾ തമ്മിൽ വലിയ ഏറ്റുമുട്ടലുണ്ടായി. ഒരു വിഭാഗം ആളുകൾ പാതിരാത്രിയുടെ നിശബ്ദതയിൽ എന്റെ കുടിലിലോട്ട് കടന്നുവന്ന് അവരുടെ കയ്യിലുള്ള മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് എന്റെ മാതാപിതാക്കളെ എന്റെ കൺമുമ്പിൽ അരിഞ്ഞു വീഴ്ത്തി. എന്റെ സഹോദരിമാരെ ക്രൂരമായി മാനഭംഗപ്പെടുത്തി. അവർ എന്റെ ഈ കയ്യിലിരിക്കുന്ന എന്റെ പിഞ്ചു പൈതലിനെ പോലും വധിക്കാൻ ഒരുങ്ങുമ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനമായ ആയില്ലേ നേരത്തെ വിളിച്ചത് അത് ഇന്നോട് വിളിച്ചു. എന്റെ ജീവിതത്തിലെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ ഈ പിഞ്ചു പൈതലിന്റെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രതയോടെ ഞാൻ ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് എന്റെ കത്തിയരിയുന്ന കുടിൽ നിന്ന് ഓടി അവസാനം ദിശയറിയാതെ ദിക്കറിയാതെ എന്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണമെല്ലാം തീർന്നു, വെള്ളവും തീർന്നു. ദിശയറിയാതെ ദിക്കറിയാതെ ഞാൻ ഓടി എത്തിയത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഈ തീരത്താണ്. വല്ലാതെ ദിവസങ്ങളായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് എന്റെ കുഞ്ഞാണെങ്കിലോ ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാനില്ലാതെ ജലപാനം പോലും ചെയ്യാനില്ലാതെ എന്റെ കുഞ്ഞ് എന്റെ മടിത്തട്ടിൽ കിടന്ന് പിടയ്ക്കുകയാണ് ഒരൽപ്പം ഭക്ഷണത്തിന് വേണ്ടി.
ദിവസങ്ങളായി ഭക്ഷണം കൊടുക്കാതെ എന്റെ സ്ഥലങ്ങളിൽ മുലപ്പാല് പോലും എത്തിപ്പോയിരിക്കും. എന്റെ മടിപ്പട്ടിൽ കടന്നുകൊണ്ട് ദയയെ ആഗ്രഹിച്ചുകൊണ്ട് കരയുന്ന എന്റെ കുഞ്ഞിന്റെ ചുണ്ടുകളിലോട്ട് വെച്ചുകൊടുക്കാൻ മുലപ്പാല് പോലും എത്തിപ്പോയ ഞാൻ എന്തെങ്കിലും ഒരു ഭക്ഷണം ആ കുഞ്ഞിന്റെ വായിലോട്ട് വെച്ചു കൊടുക്കില്ലെങ്കിൽ എന്റെ കുഞ്ഞ് എന്നിൽ നിന്ന് എന്നേക്കുമായി വിട പറയുമെന്ന് എനിക്ക് ഉറപ്പായപ്പോൾ ഞാൻ എന്റെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി ചൂണ്ടലുമായി ഇവിടെ മീൻ പിടിക്കാൻ കാത്തു നിൽക്കുകയാണ് എന്ന് വില്യമിനോട് പറഞ്ഞപ്പോൾ വില്യം ചോദിച്ചു, നീ അവിടെ നിന്ന് രക്ഷപ്പെട്ടോടി വന്നതാണെങ്കിൽ പിന്നെ ഈ ശരീരത്തിലെ മുറിവുകൾ എങ്ങനെ ഉണ്ടായി? ആ സമയത്ത് തന്റെ അരയിൽ കരുതിയിരുന്ന ഒരു ചെറിയ മൂർച്ചയുള്ള കടാര എടുത്തുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു, അത്ര ഈ ശരീരത്തിലെ മുറിവുകൾ മുഴുവനും ഞാൻ സ്വയമായിട്ടുണ്ടാക്കിയതാണ്. ഞാൻ എന്റെ മാംസങ്ങൾ സ്വയമായി മൂർച്ചയുള്ള കടാര കൊണ്ട് മുറിച്ചെടുത്തതാണ്. അത്ഭുതത്തോടെ വില്യം ചോദിച്ചു, എന്തിനു വേണ്ടി? ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട മകന്റെ തന്റെ പ്രിയപ്പെട്ട സന്താനത്തിന്റെ ജീവൻ രക്ഷിക്കാൻ എടുത്തുകൊണ്ട് വ്യഗ്രതയോടെ ഓടി ആ മാതൃഹൃദയം പറഞ്ഞുവത്രേ, എന്റെ കുഞ്ഞ് ദാഹിച്ച് പരവശയായി എന്ന മെടുക്കെട്ടിൽ വെച്ചുകൊണ്ട് ഒരു എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവൾ മരിക്കുമെന്ന് ഉറപ്പായപ്പോ എന്റെ കയ്യിലൊന്നും കൊടുക്കാനില്ലാതെ മുലപ്പാല് പോലും വെട്ടിപ്പോയ ഞാൻ എന്റെ കയ്യിലിരിക്കുന്ന മൂർച്ചയുള്ള പിച്ചാത്തി കൊണ്ട് എന്റെ ശരീരത്തിലെ പച്ചമാംസം മുറിച്ചെടുത്ത് ആ മുറിച്ചെടുത്ത മാംസം എന്റെ ചൂണ്ടലിന്റെ അഗ്രഭാഗത്ത് കൊളുത്തി ഞാൻ കടലിലോട്ട് കാത്തിരിക്കുകയാണ്. ഒരു മീനെങ്കിലും കൊടുത്താൽ അതെന്റെ കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഇടങ്ങൂറ് ഇവിടുത്തെ പെണ്ണുങ്ങൾക്കായിരിക്കും. എല്ലാ പള്ളിയിലും ബാങ്ക് ഇങ്ങനെ വിളിച്ച ടിവിയുടെ വോളിയം കുറച്ച് നടക്കും. സർ വില്യമിനോട് ആ പെൺകുട്ടി പറഞ്ഞു, അത്രേ എന്റെ ശരീരത്തിലെ പച്ചമാംസം മൂർച്ചയുള്ള കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ആ മുറിച്ചെടുത്ത മാംസം ചൂണ്ടലിന്റെ അഗ്രഭാഗത്ത് കൊളുത്തി മീൻ പിടിച്ച് തന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മാതാവിന് ആ കുഞ്ഞിനോടുള്ള സ്നേഹം എത്രത്തോളം വലുതായിരിക്കും? ആ മാതൃഹൃദയത്തിൽ ആ കുഞ്ഞിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടാവും? ലോകപ്രശസ്ത നാടകരചയിതാവായ വിക്ടർ യൂഗോയുടെ ഒരു നാടകമുണ്ട്, ദ പുവേഴ്സ്, പാവങ്ങൾ എന്നാണ് ആ നാടകത്തിന്റെ പേര്. ആ നാടകത്തിൽ ഒരു നായികാ കഥാപാത്രമുണ്ട്, കൊസത്ത് എന്നാണ് ആ സുന്ദരിയുടെ പേര്. ആ നാട്ടിലെ എല്ലാവരും കൊസത്തിനെ സ്നേഹിക്കാൻ കാരണം അവളുടെ സുന്ദരമായ കാർക്കൂന്തലും പല്ലുമുട്ടയേക്കാൾ വെളുപ്പുള്ള അവളുടെ ദന്തനിരകളുമാണ്. ആ നാടകത്തിന്റെ അവസാനം തന്റെ പ്രിയ പൈതൽ ഒരു നേരത്തെ ഭക്ഷണം കെടുക്കാനില്ലാതെ കിടന്ന് കരയുന്നത് കാണുമ്പോ കൊസത്ത് എന്ന് പറയുന്ന നായികാ കഥാപാത്രം ചന്തയിലോട്ട് പോയി റൊട്ടിക്കച്ചവടക്കാരനോട് തന്റെ കുഞ്ഞിന് കൊടുക്കാൻ റൊട്ടി ചോദിക്കുമ്പോ, നിന്റെ ഈ സുന്ദരമായ മുടിയും പല്ലുകളും മുറിച്ചെടുത്ത് കൊഴിച്ചെടുത്ത് എനിക്ക് തന്നാൽ അതിന് പകരം ഒരു റൊട്ടി തരാമെന്ന് പറയുമ്പോ താൻ നൊന്ത് പ്രസവിച്ചാൽ തന്റെ കുഞ്ഞിന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ തന്നെ മുടി മുറിച്ചു കൊടുക്കുന്ന പല്ലുകൾ തട്ടിയെടുത്ത് ഇളക്കി റൊട്ടിക്കച്ചവടക്കാരന്റെ കയ്യിൽ കൊടുക്കുന്ന കൊസത്തിന്റെ വികാര നിർഭരമായ രംഗം വിക്ടർ യൂഗോ തന്റെ നാടകത്തിൽ പ്രതിപാദിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു യാഥാർത്ഥ്യം, രണ്ടാമത് ഇപ്പോൾ പറഞ്ഞത് ഒരു റൊമാന്റിക് ഭാവന, ഒരു സങ്കല്പം, ഒരു നാടകത്തിന്റെ സങ്കല്പം. ആദ്യം ഞാൻ പറഞ്ഞത് ഒരു പച്ചയായ മനുഷ്യന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. രണ്ടാമത് ഞാൻ പറഞ്ഞത് ഒരു നാടകരചയിതാവിന്റെ ഭാവനയാണെങ്കിൽ സഹോദരങ്ങളെ യാഥാർത്ഥ്യത്തിന്റെയും ഭാവനയുടെയും ഒക്കെ അപ്പുറം എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഓരോരുത്തരും ഓരോ മാതാപിതാക്കളും നമ്മളെല്ലാവരും ജീവിതത്തിൽ ഏറെ ത്യാഗം സഹിക്കുന്നതും കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടുന്നതുമൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. വേറെ ആർക്കും വേണ്ടിയല്ല. നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ മക്കളെയാണ്. നാം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്ത് പണിയെടുക്കുന്ന സാധാരണ പാവപ്പെട്ടവനും രാവിലെ മുതൽ വൈകുന്നേരം വരെ ആറ്റിങ്ങലിലോ വെഞ്ഞാറമൂടിലോ പോത്തങ്കോടിലോ നട്ടിച്ച് നേരത്തെ പോലും ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് തളർന്നവശനാകുമ്പോൾ രാത്രി പോലും വീട്ടിൽ പോകാതെ ഉറക്കമിളച്ച് നൈറ്റ് ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളിയും ഭാര്യയോടും മക്കളുടെയും മുഖം കാണാൻ ഏറെ ആഗ്രഹമുള്ളപ്പോഴും അവരെയൊന്നും കാണാൻ കഴിയാതെ കിടക്കുന്ന ചാക്കിന്റെ മുകളിൽ മുഖമമത്ത് തേങ്ങിക്കരഞ്ഞിട്ട് വല്ലാതെ നട്ടിപ്പ് നേരത്ത് പോലും ചുട്ടുപെടുത്ത മണലാരുണ്യത്തിൽ കാട്ടറബിയുടെ ചാട്ടപാറടിയെപ്പെട്ട് പാടുപെടുന്ന പാവപ്പെട്ട ഗൾഫുകാരനും
പാവപ്പെട്ട പ്രവാസികളും എന്ന് വേണ്ട ലോകത്ത് മുഴുവനും എത്രയേറെ പാവപ്പെടുന്നവനായി കൊള്ളട്ടെ. 2 മണിയാകുമ്പോൾ അലാറമെടുത്ത് വെച്ച് അലാറമടിച്ചു കഴിയുമ്പോൾ എഴുന്നേറ്റ് കട്ടക്കാപ്പിയും കുടിച്ചു വീടിന്റെ പുറകുഭാഗത്ത് നീല പ്ലാസ്റ്റിക് വെച്ച് മൂടിയിട്ടിരിക്കുന്ന M80 എടുത്ത് മരം കോച്ചുന്ന തണുപ്പത്ത് ദേശീയപാതയിലൂടെ പാഞ്ഞു ചെന്ന് കൊല്ലത്തിനപ്പുറം നീണ്ടകര കടപ്പുറത്ത് പോയി പുലർച്ചെ വെളുപ്പിനെ നീണ്ടകര കടപ്പുറത്തെത്തി കാത്തു നിന്ന് 2 പെട്ടിയിൽ മീനുമായി M80യുടെ പുറകിൽ കെട്ടിവെച്ച് വീട്ടിലോട്ട് വന്ന് കല്ലൂർ വന്ന് ആ കല്ലൂർ പ്രദേശത്ത് വന്ന് ആ പെട്ടിയുമായി വീടാന്തരം കയറിയിറങ്ങി മീൻ വിറ്റിട്ട് വൈകുന്നേരം കിട്ടുന്ന 100 രൂപ കൊണ്ട് തന്നെ കാത്തിരിക്കുന്ന മക്കൾക്ക് ചായക്കടയിൽ നിന്ന് പലഹാരവും മേടിച്ചുകൊണ്ട് ആഗ്രഹത്തോടെ കടന്നു പോകുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയടക്കമുള്ള എന്തിനേറെ നമ്മുടെയൊക്കെ നഗരഭാഗങ്ങളിലും നമ്മുടെയൊക്കെ പാതവക്കുകളിലുമൊക്കെ ടെലഫോണിന്റെ കേബിൾ കുടിയെടുക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തങ്ങളുടെ ഒരു ദിവസം ഒരു വയസ്സുപോലും തികയാത്ത കുട്ടികളെ ഒരു തുണിയിൽ തോളത്ത് കെട്ടിത്തൂക്കിക്കൊണ്ട് നട്ടുച്ച നേരത്ത് പ്രഖ്യാസുകൊണ്ട് കുടികുടിക്കുന്ന സാധാരണക്കാരായ തമിഴ്നാട്ടിലെ കറുകറുത്ത തൊഴിലാളികളടക്കമുള്ള ഞാനും നിങ്ങളുമടക്കം ആരൊക്കെയുണ്ടോ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഇത്രയേറെ കഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ്, വേറെ ആർക്കും വേണ്ടിയല്ല. നമ്മുടെ ജീവിതത്തിൽ ഇത്രത്തോളം കഷ്ടപ്പെടുന്നത് ആർക്കു വേണ്ടിയാണ്? നമ്മുടെ ഭാര്യയ്ക്കും നമുക്കും വേണ്ടി ജീവിക്കാനാണെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടോ? നമുക്ക് നമ്മുടെ ഭാര്യയ്ക്ക് 3 നേരം ഭക്ഷണം കഴിച്ച് ഒരു കൂരയുടെ കീഴിൽ കിടക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെടേണ്ട യാതൊരുവിധ കാര്യവുമില്ല. കലൂർ വന്നപ്പോൾ ഇതേപോലെ പ്രാണി ഈ സ്ഥലത്തിൽ വരുന്നു കണ്ണംകുളത്ത് എന്ത് കണ്ടുപോയി. ഏതായാലും നമുക്കെല്ലാവർക്കും ഉറപ്പാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. അല്ലാതെ ആർക്കെങ്കിലും പറയാൻ പറ്റും? നമ്മൾ ഈ ജീവിതത്തിൽ ഇത്രയേറെ പ്രയാസപ്പെടുന്ന ആർക്ക് വേണ്ടി? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയാ? നമ്മുടെ ഭാര്യയാണ്. ആണെന്നല്ലെന്ന് പറയും, അവരവിടെ ഇരിക്കണോണ്ടുള്ള പേടിയാണ്. എന്റെ പൊന്നുസ്താദെ അല്ലാന്നെങ്ങാനും പറഞ്ഞ് ഇന്ന് കിടന്നുറങ്ങാൻ പറ്റൂല. നമ്മള് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ ഭാര്യയല്ല, നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും പ്രതീക്ഷർപ്പിക്കുന്നതും നമ്മുടെ മക്കളിലാണ്. നമ്മുടെ മാതാപിതാക്കളോടുള്ള സ്നേഹം പോലും ചിലപ്പോൾ നമ്മുടെ മക്കളുടെ അത്രയും സ്നേഹം നമ്മുടെ മനസ്സിലോട്ട് കടന്നു വരില്ല. ആരാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവൻ സ്നേഹിക്കുന്നവന്റെ മക്കളെയാണ്. നമ്മുടെ മക്കൾ വളരുന്നതും കാത്ത് നാളെ ജീവിതത്തിന്റെ സായാഹ്ന ഘട്ടത്തിൽ നമുക്കൊരു ആരംഭമാകും അവലംബമാകും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നാം വളർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കളെക്കുറിച്ച് നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് നാം ധാരാളം സ്വപ്നങ്ങൾ നെയ്തിട്ടുണ്ട്, ധാരാളം കണക്കുകൂട്ടലുകളുണ്ട്. എന്റെ സഹോദരങ്ങളെ, ഈ കണക്കുകൂട്ടലുകളെല്ലാം ഒരു ദിവസം തട്ടിത്തെറിപ്പിക്കപ്പെട്ടാൽ, ഈ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായാൽ, എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ മാതാപിതാക്കളോടും വഴിതെറ്റുന്ന കൗമാരം, ഖുർആനിലെ കൗമാരം എന്ന വിഷയം പറയുമ്പോൾ ഒരു പദപ്രഭാഷണം എന്നതിനപ്പുറം ഞാനും നിങ്ങളുമൊക്കെ അടിയന്തരമായി ശ്രദ്ധ പതിപ്പിക്കേണ്ട, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖമായി നാം വളർത്തുന്ന നമ്മുടെ മക്കൾ മാറുമ്പോ എല്ലാവരും എത്ര വലിയവനാകട്ടെ ചെറുതാകട്ടെ ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണീരപ്പാൻ പുതിയ പ്രത്യശാസ്ത്രമായി ലോകത്തോട്ട് വന്ന സാക്ഷാൽ കാറൽ മാക്സ് പോലും തന്റെ മക്കളോട് വലിയേറെ സ്നേഹമുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. കാറൽ മാക്സിന് എഡ്ഗാർ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി രക്താർബുദം ബാധിച്ചു രോഗശയ്യയിൽ കിടക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് രോഗം കൊണ്ട് വേദന കൊണ്ട് കട്ടിലിൽ കിടന്ന് പിടയുന്നത് കാണുമ്പോ കാറൽ മാക്സ് പോലും തന്റെ കൂട്ടുകാരനായ സ്റ്റാലിന് കത്തെഴുതിയത്രേ, സ്റ്റാലിന് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എന്റെ കുഞ്ഞ് കിടന്നുകൊണ്ട് മരണവേദനയിൽ പിടയുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് കത്തെഴുതിയത് ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണീരൊപ്പാൻ ലോകത്തോട്ടൊരു പുതിയ പ്രത്യയശാസ്ത്രമായി കടന്നു വന്ന കാറൽ മാക്സ് പോലും തന്റെ മകന്റെ വേദനയ്ക്ക് മുമ്പിൽ നിസ്സഹായനായി നിലവിളിക്കേണ്ടി വന്നിരുന്നു എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഈ ഭൗതികമായ ജീവിതത്തിനോട് ആഗ്രഹമില്ലായിരുന്ന, ആശയില്ലായിരുന്ന, ഭൗതിക വിരക്തിയുടെ ഏറ്റവും വലിയ മകുടോദാഹരണമായിരുന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ പ്രവാചകനൊരു മകനുണ്ടായിരുന്നതത്രേ. ആ പ്രവാചകന്റെ മകൻ 2ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോകുമ്പോ പ്രിയപ്പെട്ട മകന്റെ മൃതദേഹം അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ കിടക്കുകയാണ്. ഉമ്മ മാരിയത്തിൽ കിടത്തിയ വിരിയുടെ പിറകിൽ നിന്നുകൊണ്ട് വല്ലാതെ തേങ്ങിക്കരയുകയാണ്. ഉമ്മ മാരിയത്തിൽ കിടത്തിയ വിരിയുടെ പിറകിൽ കിടന്ന് തേങ്ങിക്കരയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും പറഞ്ഞുപോയി അത്രേ, ഇന്നാ بموتك يا إبراهيم لمحزونون. പൊന്നുമോനെ ഇബ്രാഹിമേ, പൊന്നുമോനെ ഇബ്രാഹിമേ, ഇന്നാ ബിമൗതിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ. പൊന്നുമോനെ ഇബ്രാഹിമേ, നിന്റെ നിര്യാണത്തിൽ ഞാൻ അതീവ ദുഃഖിതനാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും പറഞ്ഞുപോയെങ്കിൽ പ്രവാചകനൊരു മകളുണ്ടായിരുന്നവത്രേ, സൈനബ് റളിയല്ലാഹു തആല അൻഹ. തന്റെ പ്രിയപ്പെട്ട മകളെ കൊണ്ടുപോയി കബറടക്കിയിട്ട് ആ കബറിന്റെ ചാരത്ത് നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു പോയത്രേ. പ്രവാചകന്റെ കണ്ണുകൾ സജലങ്ങളായി, കണ്ണുനീർത്തുള്ളികൾ കൺകോളിൽ ഒരുമിച്ച് കൂടുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പിതാവിനെ പോലെ തേങ്ങി കബറിന്റെ ചാരത്ത് നിന്നുകൊണ്ട് റസൂലുള്ള പറഞ്ഞു പോയത്രേ, അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ പൊന്നുമോള് സൈനബ് അവള് പാവമാണല്ലാ. അല്ലാഹുവേ, എന്റെ പൊന്നുമോള് സൈനബ് അവള് സാധുവാണ് തമ്പുരാനെ. എന്റെ സൈനബിനെ നീ കബറിൽ ശിക്ഷിക്കരുത് എന്ന് ആ കാലത്ത് നിന്ന് സ്നേഹവാത്സല്യ നിധിയായ ഒരു പിതാവിനെ പോലെ തേങ്ങിക്കരഞ്ഞതാരെന്നറിയുമോ? ഇരുലോകത്തിനും നായകനായി വന്ന നബിയുൽ ഹറമൈൻ സയ്യിദുൽ കൗനൈൻ വസീലത്തുനാ ഫിദ്ദാറൈൻ നബി മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ പോലും വിരുമ്പി കരഞ്ഞു പോയത്രേ പുത്രസ്നേഹത്താൽ. റസൂലുള്ളാഹിയും കരഞ്ഞു. ആരാണെങ്കിലും, എത്ര വലിയവനാണെങ്കിലും, എത്ര ചെറിയവനാണെങ്കിലും, നമ്മളൊക്കെ നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, നമുക്കൊരു സ്വപ്നമുണ്ട്. നമ്മുടെ മക്കളെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു വല്ലാത്ത പ്രതീക്ഷയുണ്ട്. അള്ളാഹു ആ പ്രതീക്ഷകളൊക്കെ ഹലാലായത് അള്ളാഹു നിറവേറ്റി തരുന്നതാണ്. പക്ഷേ നാം വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കൾ, ആ മക്കൾ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായി വന്നാലോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. എന്താ ബലക്കുറവ്? എല്ലാ മക്കളും നല്ല മക്കളാണ് അവിടെ. ആമീൻ. ഒരു ബലമില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സാലിഹീങ്ങളും സൽസ്വഭാവികളുമാക്കി തീർക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഇത്രയേറെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിയേക്കാളേറെ, കണ്ണ് പിടിതു കൊടുത്താലും, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഒരു കവിതയുണ്ട്, എന്റെ ഭൂതം. നമ്മുടെ മലയാള ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പണ്ടൊക്കെ സ്കൂളിൽ ഒരു കവിതയുണ്ടായിരുന്നു, എന്റെ ഭൂതം. ഇല്ലേ? ഇല്ലേ? ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കവിതയുണ്ട്, എന്റെ ഭൂതം. അതിന്റെ ഇതിവൃത്തം മറ്റൊന്നുമല്ല, ഒരു മാതാവിന്റെ കുട്ടിയെ ഭൂതം തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ തന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് നടന്ന മാതാവ് അവസാനം ഭൂതത്തിന്റെ കയ്യിൽ, വലിയ മാരകമായ വലിയൊരു ഭൂതത്തിന്റെ കയ്യിൽ തന്റെ കുഞ്ഞിരിക്കുന്നു. ഭൂതം ആ കുഞ്ഞിനെ തിന്നാൻ പോകും. അപ്പൊ ആ ഭൂതത്തിനോട് മാതാവ് പറഞ്ഞു, എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരണം, ഞാൻ അതിന് പകരം എന്ത് വേണമെങ്കിലും തരാം. അപ്പൊ ഭൂതം പറഞ്ഞത്, നിന്റെ 2 കണ്ണുകൾ എനിക്ക് തന്നാൽ അതിന് പകരം നിന്റെ കുഞ്ഞിനെ ഞാൻ തരാം. അരിയും മണികളും കിഴികെട്ടി തന്നിടാം, ഓമന കുട്ടനെ ഞാനെടുക്കും. എന്മണി നോക്കാതെ നിന്നിരി നോക്കാതെ അമ്മതൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. പുലരിച്ചന്താമര പോലവേ ഭൂതത്തിൽ തിരുമുമ്പിൽ അർപ്പിച്ചു തൊഴുതുരച്ചു. ഇതിലും വലിയതാണ് എന്റെ പൊന്നോമന, അതിനെ തരീകന്റെ ഭൂതമേ നീ. ഇതിലും വലിയതാണ് എന്റെ പൊന്നോമന, അതിനെ തരീകന്റെ ഭൂതമേ നീ. എന്റെ ഈ കണ്ണിന്റെ കൃഷ്ണമണികളെക്കാളേറെ എനിക്ക് വലുത് എന്റെ ഈ പൊന്നോമന കുട്ടനാണ്. അതുകൊണ്ട് എന്റെ കണ്ണ് 2 ചൂച്ചെടുത്തിട്ടും മകനെ വാങ്ങിച്ച ഒരു ഉമ്മയുടെ കഥ മലയാള കവിതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ട്. പക്ഷേ നമ്മൾ ഇപ്പൊ പഠിക്കുന്ന ഉമ്മയുടെ കഥ അതല്ല.
മലയാള കവിതയിൽ നമ്മൾ പഠിച്ചത് സ്വന്തം കണ്ണിലെ കൃഷ്ണമണി കുടിച്ചെടുത്തിട്ട് അത് കൊടുത്തിട്ട് മകര വാങ്ങിച്ചു കൊണ്ടുപോയ ഉമ്മയുടെ കഥയാണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായി പറയാം, നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ട ആ ഉമ്മയുടെ കഥയല്ല. വിദേശത്ത് നിൽക്കുന്ന പാവപ്പെട്ട ഭർത്താവിനെ വഞ്ചിച്ച് ഹർഷകുമാർ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൂടെ രാസലീലകളാടി അതിന് തടസ്സമായിരുന്ന ജസ്ന എന്ന് പറയുന്ന 13 വയസ്സുള്ള പൊന്നുമോളെ കൊല്ലാൻ കൂട്ടുമെന്ന റജുല എന്ന് പറയുന്ന കണ്ണില് ചോരയില്ലാത്ത മാതാവിന്റെ കഥ കേട്ടിട്ട് മനസ്സ് വല്ലാതെ തുറന്നുപോയി മലയാളികളുടെ. കേട്ടിട്ടുണ്ടാവൂല്ലോ നിങ്ങൾ ഇല്ലേ? അതും ഒരു മാതാവാണ്, അതും ഒരു ഉമ്മയാണ്. എന്തുകൊണ്ടിനൊക്കെ ആവർത്തിക്കപ്പെടുന്നു എന്ന ദുരന്തങ്ങളിലേക്ക് നാം കണ്ണോടിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വെടിവെക്കുന്ന കൗമാരം, ഖുർആനിലെ കൗമാരം എന്ന വിഷയം നാം തെരഞ്ഞെടുത്തത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കൾ ജീവിതത്തിന്റെ അഭിമാനമായി, ആശയായി നാളെ രോഗം ബാധിച്ചുകൊണ്ട് പട്ടിലി കിടക്കുമ്പോൾ ഒരു നേരത്തെ വെള്ളമെങ്കിലും നമുക്ക് നൽകുമെന്നുള്ള ആശയോടെ, പ്രത്യാശയോടെ നാം വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കൾ, ആ മക്കളെ സംബന്ധിച്ചോളം ഒരു ശോഭനമായ ഭാവി നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നില്ല. നമ്മുടെ മക്കൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ മക്കളെക്കുറിച്ച് നാം കേൾക്കുന്ന വാർത്തകൾ, നാം ആരും ഇതേവരെ കേൾക്കാത്ത പണ്ടത്തെ 20-25 വയസ്സാകുമ്പോഴാണ് മദ്യമങ്ങ് രുചിച്ചു നോക്കുന്നതെങ്കിൽ കേരളത്തിന്റെ ഏറ്റവും വലിയ കണക്കനുസരിച്ച് 13ാമത്തെ വയസ്സിൽ കേരളം മദ്യപിക്കുന്നു എന്ന വാർത്തയുടെ നടുവിലാണ് നാം നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാകുമ്പോഴേ കുട്ടികൾ മദ്യപാന ആസക്തി വളർന്നു വരുന്ന കാലം. കേരളത്തിലെ പ്രശസ്തമായ വനിതാ മാസിക നടത്തിയ സർവേയിൽ 6ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന കുട്ടിയുടെ വാട്ടർ ബോട്ടിലിന്റെ ഉള്ളിൽ കുടിക്കാനുള്ള വെള്ളമല്ല, അവന് നിലവെട്ടാനുള്ള മദ്യവുമായി, വാട്ടർ ബോട്ടിലും മദ്യവുമായി 6ാം ക്ലാസ്സിലോട്ട് കടന്നു പോകുന്ന കുട്ടികളുടെ കഥകൾ, മാസികകളും പ്രസിദ്ധീകരണങ്ങളും നമ്മുടെ മുമ്പിൽ വരച്ചു വരുമ്പോ ലോകത്തുള്ള മാതാപിതാക്കളുടെ കണ്ണുനീരിലൂടെ കടം തള്ളിയാത്തൊടുക്കുന്ന കണ്ണുനീരുകൾക്ക് യാതൊരുവിധ തോതുമില്ല. വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾ കൗമാരത്തിലെ വഴിതെറ്റിപ്പോകുന്ന, പണ്ടൊക്കെ നമ്മൾ വഴിതെറ്റുന്ന യുവത്വം എന്ന് പറയുമായിരുന്നു. 20-25 വയസ്സാകുമ്പോഴാണ് ബീഡി പോലും വലിക്കാൻ മടിയായിരുന്നു. പണ്ടാർക്കും നമ്മളൊക്കെ വളർന്നു വരുന്ന കാലം മാതാപിതാക്കളുടെ മുമ്പിൽ പെണ്ണ് കെട്ടിയിട്ട് 2 മക്കളാണെങ്കിലും വാപ്പയുടെ മുമ്പിൽ വെച്ചിട്ട് ബീഡി വലിക്കാൻ മക്കൾ തയ്യാറാവില്ല. മക്കൾ മാറി എവിടെയെങ്കിലും പോയിട്ടാണ് ബീഡി വലിക്കുന്നത്, ഇല്ലേ? ആണ്. നമ്മളൊക്കെ ഇന്നും വാപ്പയുടെ മുമ്പിൽ വെച്ചിട്ട് ബീഡി വലിക്കാൻ പറ്റുമോ? ഇത് 10 വയസ്സാകുമ്പോ തന്നെ ബീഡി വലിച്ചിട്ട് പുക ഊതന വാപ്പാടെ മുഖത്തോട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയേറെ കാഴ്ചകളുടെയും കണക്കുകളുടെയും നടുവിൽ ഈ കൗമാരം ഇങ്ങനെ പോയാൽ എവിടെ എത്തി നിൽക്കുമെന്ന് നമുക്കറിയില്ല. ഈ കൗമാരത്തിൽ കുട്ടികൾ കൗമാരത്തിലെ സെക്സിന്റെ അടിമകളായി മാറുന്നു, മദ്യത്തിന്റെ അടിമകളായി മാറുന്നു, ലഹരിയുടെ അടിമകളായി മാറുന്നു. എവിടെയാണ് നമുക്ക് കാലുകൾ കളർന്നു പോയത്? എവിടെയാണ് നമുക്ക് താളം പിടച്ചു പോയത്? എന്റെയും നിങ്ങളുടെയും മക്കൾ വളരേണ്ടത് ഇതേ സാഹചര്യത്തിൽ തന്നെയാണ്. 13 വയസ്സിൽ ലോകത്തിലെ നൊട്ടോറിയസ് ക്രിമിനലുകൾ പോലും ചെയ്യാൻ നടക്കുന്നത് കൗമാരപ്രായക്കാരായ കുട്ടികൾ നടക്കുന്നു, കുട്ടികൾ ചെയ്യുന്നു. എന്താണ് സഹോദരങ്ങളെ കുട്ടികൾ ചെയ്യുന്നത്? തൃശൂർ ജില്ലയിലെ ചന്ദ്രാപിന്നയിൽ വൈകുന്നേരം സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വന്ന 7 വയസ്സുകാരി പഞ്ചസാര വാങ്ങിക്കാൻ കടയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ 7 വയസ്സുകാരിയെ TV കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി അവളെ കടന്നു പിടിച്ച് മാനഭംഗം ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഇടയിൽ നിലവിളിച്ച് പെൺകുട്ടിയുടെ വായും മൂക്കും പൊത്തിപ്പിടിച്ച് ശ്വാസം നഷ്ടപ്പെട്ട 7 വയസ്സുള്ള കൗമാര 7 വയസ്സുള്ള ബാലിക പിടഞ്ഞു മരിക്കുമ്പോ തന്റെ വീടിന്റെ ഉള്ളിൽ പിടഞ്ഞു മരിച്ച ആ ബാലികയെ അടുക്കളയിൽ പോയി മൂർച്ചയുള്ള കത്തിയെടുത്ത് കൊണ്ടുവന്ന് മരിച്ചു കിടക്കുന്ന കളിക്കൂട്ടുകാരിയെ, ഏത് കളിക്കൂട്ടുകാരി ഇന്നലെ വരെ തന്റെ കൂടെ കണ്ണഞ്ചിരട്ടയിൽ മണ്ണപ്പം വിട്ട് കളിച്ച കളിക്കൂട്ടുകാരിയുടെ കൈയും കാലും വെട്ടിയെരിഞ്ഞ് അത് പ്ലാസ്റ്റിക് ചാക്കിലാക്കിയതിന്റെ മുകൾ ഭാഗം കൂട്ടിക്കെട്ടി വീടിന്റെ പുറകു ഭാഗത്ത് കൊണ്ടുപോയി സ്വയം കുടിയെടുത്ത് കുടിച്ചിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ട് മുടിയെന്ന് പോരാ, അതിന്റെ മുകളിൽ വാഴയും നട്ടിട്ട് ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ 3 ദിവസം കേസന്വേഷണത്തിൽ വന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ പുറകെ നടന്ന് 3ാമത്തെ ദിവസം പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് തൃശൂർ പ്രസ് ക്ലബിൽ കൊണ്ടുപോയി ഹാജരാക്കുമ്പോ സാംസ്കാരിക കേരളം ലജ്ജിച്ച് കലരാക്കിപ്പോയി. പ്രതിയാരാണ്? 13 വയസ്സുള്ള മുഹമ്മദ് കോയ. ഈ ദൂരമായ കൃത്യം ചെയ്തതാരാ? നാട്ടിലെ നൊട്ടോറിയസ് ക്രിമിനലല്ല, അവിടുത്തെ വാടക ഗുണ്ടകളല്ല, കൊട്ടേഷൻ സംഘങ്ങളല്ല. 7 വയസ്സുള്ള പെൺകുട്ടിയെ മാനഭംഗം ചെയ്യാൻ കടന്നുപിടിപ്പിട്ട് വലിച്ചെറിഞ്ഞ് കൊന്നുകളഞ്ഞത് 13 വയസ്സ് പോലുമില്ലാത്ത ഒരു കുട്ടിയാണ്. കേസന്വേഷിച്ച DIGP സംഖ്യ അന്ന് പത്രലേഖകർ ചോദിച്ചു, 13 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? അവര് പറഞ്ഞ വാക്ക്, ഈ കുട്ടി ജനിച്ചു വളർന്ന സാഹചര്യമാണ് ഇവനെ ഏറ്റവും വലിയ ക്രിമിനലാക്കി മാറ്റിയത്. ഏതാ സഹോദരങ്ങൾ ആ കുഞ്ഞ് ജനിച്ചു വളർന്ന സാഹചര്യം?
ആരെയാണ് നാം കുറ്റപ്പെടുത്തേണ്ടത്? ആർക്കെതിരെയാണ് വിരൽ ചൂണ്ടത്? വഴിതെറ്റുന്ന കുഞ്ഞിന് നേരെ വിരൽ ചൂണ്ടണോ? അവനെ വളർത്തിയ മാതാപിതാക്കൾക്ക് നേരെ വിരൽ ചൂണ്ടണോ? എവിടെയാണ് വിരൽ ചൂണ്ടേണ്ടത്? നമ്മൾ ചൂണ്ടുന്നത് അവര് തലതിരിഞ്ഞു പോയി എന്നായിരിക്കും. അവൻ ജനിച്ചു വളർന്ന സാഹചര്യം, അവന്റെ പിതാവ് സ്ഥിരം മദ്യപാനി, അവന്റെ മാതാവോ ആ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ. ഇത് രണ്ടും കണ്ടു വളർന്ന കുട്ടി ആ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനലായി മാറി. ആരെയാണ് പഠിക്കാറേണ്ടത്? ആരെയാണ് പഠിക്കാറേണ്ടത്? അകലെയൊന്നും പോകണ്ട. ആറ്റിങ്ങൽ നഗരത്തിലെ 7, 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ പരാതി പ്രകാരം പ്രധാന അധ്യാപകർ ആറ്റിങ്ങൽ നഗരത്തിലെ ഏറ്റവും പ്രധാനമായ എയ്ഡഡ് സ്കൂൾ പോയി റെയ്ഡ് ചെയ്ത് നോക്കിയപ്പോൾ പഠിക്കാൻ വേണ്ടി വന്ന കുട്ടികളുടെ 13, 14, 15 വയസ്സുള്ള കുട്ടികളുടെ സ്കൂൾ ബാഗിൽ നിന്ന് കിട്ടിയത് കണക്ക് പുസ്തകമല്ല, സയൻസിന്റെ പുസ്തകമല്ല, രസതന്ത്രത്തിന്റെ ഫോർമുലയല്ല, രാസലീലകളുടെ ഫോർമുലകൾ അടങ്ങുന്ന 70ഓളം നീലചിത്രങ്ങളുടെ സീറ്റുകളാണ് ആറ്റിങ്ങൽ നഗരത്തിലെ പ്രശസ്തമായ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ബാഗിൽ നിന്ന് തെരഞ്ഞെടുത്തിടെങ്കിൽ കൊല്ലം നഗരത്തിലെ പ്രധാനപ്പെട്ട സ്കൂളിലെ 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി കൊല്ലം ജില്ലാ കളക്ടർക്ക് കത്തെഴുതി, സാർ അടിയന്തരമായിട്ട് എന്റെ സ്കൂളിൽ ഇടപെടണം, എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ 10 മിനിറ്റ് ഇന്റർവെല്ലിന് വേണ്ടി വെളിയിൽ പോയിട്ട് അവർ തിരിച്ചു വരുമ്പോ ബോധം നഷ്ടപ്പെട്ട് ലഹരി മരുന്നിന്റെ അടിമകളായിട്ടാണ് എന്റെ കൂട്ടുകാർ കയറി വരുന്നത്. എന്റെ കൂട്ടുകാർക്ക് ലഹരി മരുന്നുകൾ വിതരണം ചെയ്യുന്ന ലോബി സ്കൂളിന്റെ വളപ്പിന്റെ ഉള്ളിൽ മുഴുവനും പ്രവർത്തിക്കുകയാണ്. അധ്യാപകർ ഇതിന് കൂട്ടുനിൽക്കുന്നു എന്ന് എഴുതേണ്ടി വന്നത് കൊല്ലം നഗരത്തിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ജില്ലാ കളക്ടർക്ക് കത്തെടുക്കേണ്ട അവസ്ഥയിൽ നമ്മുടെ കൗമാരം വഴിതെറ്റിപ്പോയിരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ +1 വിദ്യാർത്ഥികളായ 3 വിദ്യാർത്ഥികൾ ക്ലാസ് മുറിയിൽ ആത്മഹത്യ ചെയ്തു. 6 മാസം തികഞ്ഞില്ലല്ലോ. ആരാണ് ആത്മഹത്യ ചെയ്തത്? +1 പഠിക്കുന്ന 3 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ ക്രൈംബ്രാഞ്ച് കേസേറ്റെടുത്തു. കേസേറ്റെടുത്ത് കഴിഞ്ഞ് അന്വേഷണം ചെല്ലുമ്പോൾ അന്വേഷണത്തിന്റെ വിരൽ ചൂണ്ടുന്നത് എവിടേക്കാണ്? കൂടെ പഠിക്കുന്ന ആൺകുട്ടികൾ 3 ആൺകുട്ടികളെ അറസ്റ്റ് ചെയ്തു. 16 വയസ്സ് പോലും എത്താത്ത ആൺകുട്ടികളെ. കാരണമെന്താ? 8ാം ക്ലാസ് മുതൽ ഈ 3 പെൺകുട്ടികളും ഈ 3 ആൺകുട്ടികളുമായി പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധമുണ്ട്. അത് അതിരുവിട്ട് നാട്ടിൽ അറിയുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ 3 പെൺകുട്ടികൾ അവർ പഠിക്കാൻ വേണ്ടി പോകുന്ന ബെഞ്ചിൽ തലവെച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ പറയുന്ന വാർത്തകൾ ഇതൊക്കെ നടന്നത് സാൻ ഫ്രാൻസിസ്കോയിലല്ല, ഇത് നടന്നത് നാഗസാക്കിയിലല്ല, കൊളംബോയിലല്ല, ന്യൂയോർക്കിലെ കഥയൊന്നുമല്ല ഈ പറയുന്നത്, മിസിസിപ്പിയിലെ കഥയൊന്നുമല്ല. നാം ജീവിച്ചിരിക്കുന്ന കേരളത്തിന്റെ നടുമുറ്റത്ത് നടക്കുന്ന കഥകളാണ് ഈ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ താമസിക്കുന്ന അഞ്ചലിനടുത്ത് ഏറത്ത് 3 പെൺകുട്ടികൾ ചുരിദാറിന്റെ ഷാളിൽ 110 കവിയിൽ അതിൽ ആത്മഹത്യ ചെയ്തു. കാടിന്റെ നടുവിൽ പാവപ്പെട്ട കൂലിപ്പണിക്കാരനായ പിതാവ് നടത്തിയ 3 പെൺകുട്ടികൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, 3 സഹോദരിമാർ, ജ്യേഷ്ഠ സഹോദരിമാർ 110 കവിയിൽ അതിൽ കടിച്ചു കിടന്ന ചുരിദാറിന്റെ ഷാളിൽ കെട്ടിത്തൂക്കി ആത്മഹത്യ ചെയ്തു. എന്താണ് കാരണം? സ്കൂളിലോട്ട് പോകുന്ന വഴിയിൽ നാട്ടിലെ ഓട്ടോ റിക്ഷക്കാരുമായിട്ടുള്ള അവിഹിതമായ ബന്ധങ്ങൾ. നമ്മുടെ കുട്ടികൾ വഴിതെറ്റുകയാണ്, നമ്മുടെ കൗമാരം വഴിതെറ്റുകയാണ്. ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ എന്റെയും നിങ്ങളുടെയും മക്കൾ പോലും എത്തി നിൽക്കുന്നത് ഞാൻ ഈ പറയുന്നത് പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ. സാമൂഹികമായ ദുരാചാരത്തിന്റെ അധപതനത്തിന്റെ അധമത്തിലേക്ക് ഏതുവനും കുഴിച്ചുവിട്ടുകയാണ്. മാതാവുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്ന മതങ്ങളുടെ കാലം, മകളുമായി പരസ്പര ബന്ധത്തിലേർപ്പെടുന്ന പിതാവിന്റെ കാലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വീടിന്റെ ഉള്ളിൽ പോലും ദൈവികമായ വ്യവസ്ഥകളെ പോലും തകിടം മറിച്ചുകൊണ്ട് മാതാപിതാക്കളുടെ ഉള്ളിൽ പോലും മാതാവിന്റെയും പുത്രിയുടെയും പിതാവിന്റെയും പുത്രിയുടെയും മാതാവിന്റെയും പുത്രന്റെയും ഇടയിലുള്ള മാനവികമായ പരിഹാരമായ ബന്ധത്തെ പോലും തകർക്കപ്പെടുന്നു. മാതാപിതാ ഗുരു ദൈവം, മാതാവ് പിതാവിനെ കാട്ടിത്തരും, പിതാവ് ഗുരുവിനെ കാട്ടിത്തരും, ഗുരു ദൈവത്തെ കാണിച്ചു തരുമെന്നാണ് ഈ ആപ്തവാക്യത്തിന്റെ അർത്ഥം. ഇന്ന് മാതാവ് കാണിച്ചു കൊടുക്കുന്നത് പിതാവിനെയല്ല, പിതാവ് കാണിച്ചു കൊടുക്കുന്നത് ഗുരുവിനെയല്ല, ഗുരു കാണിച്ചു കൊടുക്കുന്നത് ദൈവത്തെയുമല്ല. എല്ലാം ലൈംഗികതയുടെ കെട്ടുപാടുകൾക്കുള്ളിൽ 13 വയസ്സുള്ള വിദ്യാർത്ഥിനികൾ പോലും എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ പോലും എത്ര വിദ്യാർത്ഥിനികളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിവിടെ ഇപ്പം കൂടി എന്നേക്കാൾ കൂടുതൽ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ കാണുന്നവരാണ് നിങ്ങൾ. ഞാനിത് പറഞ്ഞത് ഈ വിഷയത്തിന്റെ സാമൂഹികമായ കാലികമായ പ്രസക്തി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ, ആ കുട്ടികളെ നമുക്ക് വിശ്വസിച്ചുകൊണ്ട് സ്കൂളിലോട്ട് പറഞ്ഞുവിടാൻ പറ്റുമോ? അവരെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പഠന കലാലയങ്ങളിലേക്ക് പറഞ്ഞുവിടാൻ കഴിയുമോ?
ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ തന്റെ മുമ്പിൽ പഠിക്കാൻ വേണ്ടി വന്ന 31 ബാലികമാരുമായിട്ടാണ് ഗുരുനാഥൻ ലൈംഗികമായ ബന്ധത്തിലേർപ്പെട്ട് ആ ദൃശ്യക്കാഴ്ചകൾ ഇന്റർനെറ്റിലേക്ക് പാസ് ചെയ്തു വിട്ടത്. നമ്മുടെ കുട്ടികളെ എവിടെ വിട്ടിട്ടാണ് ധർമ്മം പഠിപ്പിക്കുന്നത്? നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ കലാലയം ഏതാണ്? സ്കൂളിൽ പോയിട്ടാണോ അവർ നല്ലത് പഠിക്കേണ്ടത്? മദ്രസയിൽ പോയിട്ടാണോ അവർ നല്ലത് പഠിക്കേണ്ടത്? നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ ആ മക്കളുടെ ഏറ്റവും നല്ല സ്കൂൾ മുറ്റം നമ്മുടെ വീടിന്റെ മുറ്റമാകണം. ആ കുട്ടികളുടെ ഏറ്റവും വലിയ മദ്രസ നമ്മുടെ വീടിന്റെ ഉള്ളിലെ മദ്രസയാകണം. ആ കുട്ടിയുടെ ഏറ്റവും വലിയ അധ്യാപകൻ സ്വന്തം പിതാവായി മാറണം. ആ കുട്ടിയുടെ ഏറ്റവും നല്ല അധ്യാപിക സ്വന്തം ഉമ്മയായി മാറണം. അത് മാറാത്തിടത്തോളം കാലം ജ്ഞാനങ്ങളും ഭാവിയുടെ പ്രതീക്ഷയായി വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ മക്കൾ നാളെ നമുക്ക് തീരാ ദുഃഖമാണ് സമ്മാനിക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു ഞങ്ങൾ ഏവരെയും അള്ളാഹു കാത്തേക്ഷിക്കുമാറാകട്ടെ. എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നത്? 13 വയസ്സുള്ള കുട്ടിയുടെ മനസ്സിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ലൈംഗികതയുടെ ചിന്ത കടന്നു വന്നത്? നാം എല്ലാവരും ഇത്രത്തോളം സ്നേഹിക്കുന്ന നമ്മുടെ മക്കളെ അള്ളാഹു നല്ല വഴിയിലാക്കി തരട്ടെ. അതിനെ നാം എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന വഴിയിലേക്ക് നമുക്ക് കടന്നു പോകാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കൾ നന്നാകണം എന്ന തോന്നൽ നമുക്ക് എപ്പോഴാണ് ഉണ്ടാകേണ്ടത്? നമ്മുടെ മക്കൾ നല്ലവരായി വളരണം എന്ന ഒരു ചിന്ത ആദ്യം ഞാൻ പറയുന്നു മാതാപിതാക്കളാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ പറയാനുള്ള പറയും. നമ്മുടെ മക്കൾ നന്നാകാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 80% മാതാപിതാക്കൾ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക. എന്തൊക്കെ നാം ചെയ്യണം അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഖുർആൻ എന്ന് പറയുന്നു നോക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരിമാരൊക്കെ കേട്ടിരിക്കുന്നുണ്ടായി, ഓരോ മാതാപിതാക്കളും കേട്ടിരിക്കുന്നു. നമ്മുടെ മക്കളോടുള്ള എല്ലാവർക്കും മക്കളോട് വലിയ സ്നേഹമാണ്. എല്ലാവരും മക്കളെ വളർത്തുന്നത് അവരുടെ ഒരു പ്രതീക്ഷ കണ്ടിട്ടാണ്, അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണോ? അല്ലേ? അതെ, മക്കളെ വളർത്തുന്നു, മക്കളോടുള്ള സ്നേഹം. ആദരവായ പ്രവാചകൻ പോലും മകൻ മരിച്ചപ്പോൾ കരഞ്ഞുപോയി എന്നാണ്. മരിച്ചപ്പോൾ കരഞ്ഞുപോയി എന്നാണ്. മഹാഭാരതത്തിലെ കൗരവർ എന്ന് പറയുന്ന ഒരു വിഭാഗം ലോകത്തിൽ മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് എനിക്ക് തോന്നുന്നു ധൃതരാഷ്ട്രരാണ്. കാരണം സ്വന്തം മക്കൾക്ക് ദൂ ചേർത്ത് പേരിടേണ്ടി വന്ന ചരിത്രത്തിലെ ഏകപിതാവ് ധൃതരാഷ്ട്രരാണ്. ദുര്യോധനൻ, ദുശാസനൻ. ദൂ എന്ന് ചേർത്താൽ തന്നെ ദുർഭാഗ്യത്തിന്റെയും ദുർമാർഗത്തിന്റേതുമാണ്, അല്ലേ? ദൗർഭാഗ്യശാലി, ദുർമാർഗി എന്ന് പറയും പോലെ തനിക്കുണ്ടായ 101 മക്കൾക്കും ദൂ ചേർത്ത് പേരിടേണ്ടി വന്ന ചരിത്രത്തിലെ ഏകപിതാവ് ധൃതരാഷ്ട്രരാണ്. എങ്കിലും ആ പുത്രരോടുള്ള വല്ലാത്ത സ്നേഹമാണ് ധൃതരാഷ്ട്രരെ അന്ധനാക്കി മാറ്റിയത്. നമ്മൾ പറയും ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് പറയുന്ന മാതിരി തന്റെ മക്കളോടുള്ള അദമ്യമായ സ്നേഹമാണ് സഹോദര മക്കളായ പാണ്ഡവരെ വനവാസത്തിൽ വിടാൻ ധൃതരാഷ്ട്രരെ പ്രേരിപ്പിച്ചത്. എന്നിട്ട് പോലും ആ മക്കളെ ഇത്രയേറെ സ്നേഹിച്ച ധൃതരാഷ്ട്രർ രാമന് വനവാസത്തിന് പോകേണ്ടി വന്നത് കൈകേയിയുടെ പുത്രനോടുള്ള സ്നേഹം കാരണത്താലാണ്. സ്വന്തം പുത്രനായ ഭരതന് രാമരാജ്യം കൊടുക്കണമെന്ന ആഗ്രഹത്താൽ കൈകേയിയുടെ ഭർത്താവായ വേറെന്തോ രാമന്റെ അച്ഛന്റെ പേരെന്തോ ദശരഥ മഹാരാജാവ്. അതാണ് ദശരഥ മഹാരാജാവ് കൈകേയിയുടെ യുദ്ധത്തിന് പോയപ്പോ തേരിന്റെ ചക്രം താന്നുപോയി. ചക്രമുയർത്താൻ സഹായിച്ചപ്പോൾ കൈകേയി ചോദിച്ചു, ഞാനൊരു സമയത്തൊരു വരം ചോദിച്ച് നിങ്ങൾ തരണം. ആ അടിസ്ഥാനത്തിൽ ദശരഥ മഹാരാജാവ് പറഞ്ഞു, നീ ആവശ്യമുള്ളപ്പോ ചോദിച്ചോ, ഞാൻ തന്നേക്കാം. രാമനെ അയോധ്യയുടെ രാജാവാക്കുന്ന കിരീടധാരണത്തിന്റെ അന്ന് പുത്രസ്നേഹം മനസ്സിൽ വീർപ്പുമുട്ടിയ കൈകേയി എന്ന മാതാവ് പറഞ്ഞു, രാമനെ ആക്കിയാ പോരാ, എന്ന മകനായ ഭരതനെ ആക്കണം. സ്വന്തം പുത്രനോടുള്ള വല്ലാത്ത സ്നേഹമായിരുന്നു രാമനെ വനവാസത്തിന് വേണ്ടി പോകാൻ പ്രേരിപ്പിക്കപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് മക്കൾക്ക് വേണ്ടി തന്റെ മകനായ അർജുനൻ യുദ്ധത്തിൽ ജയിക്കണമെന്ന ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മഹാവിഷ്ണുവിനെ യാചക വേഷം കെട്ടി, ദേവേന്ദ്രനെ യാചക വേഷം കെട്ടി കർണന്റെ കവചകുണ്ടലങ്ങൾ ഇരന്നു വാങ്ങാൻ പ്രേരിപ്പിച്ചത് മകനായ അർജുനനോടുള്ള വല്ലാത്ത സ്നേഹമായിരുന്നു. കർണനും അർജുനനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ അർജുനൻ ജയിക്കില്ല. കാരണം കർണന്റെ കാതുകളിൽ കവചകുണ്ടലങ്ങൾ ഉള്ളിടത്തോളം കാലം കർണനെ തോൽപ്പിക്കാൻ കഴിയില്ല. അവസാനം സാക്ഷാൽ ദേവേന്ദ്രൻ എന്തു ചെയ്തു എന്നറിയുമോ? യാചകന്റെ വേഷം കെട്ടി കർണന്റെ മുമ്പിൽ പോയി കവചകുണ്ടലങ്ങൾ ഇരന്നു വാങ്ങി തന്റെ മകനെ ജയിക്കാൻ വേണ്ടി സഹായിച്ചു. മഹാഭാരതത്തിൽ മക്കളോടുള്ള കഥ, ദ്രോണൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ സായുധശാലി ഉണ്ടായിരുന്നു. ദ്രോണൻ യുദ്ധം ചെയ്തുകൊണ്ട് നീങ്ങുമ്പോൾ ദ്രോണരെ തളയ്ക്കാൻ ഒരു മാർഗവും കാണാതെ
ദ്രോണർക്കൊരു മകനുണ്ട് അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞാൽ പുത്രനോടുള്ള സ്നേഹം കാരണത്താൽ ദ്രോണർ തളർന്ന് താഴെയിരിക്കും. തളർന്ന് താഴെയിരിക്കുന്ന ദ്രോണരെ വധിക്കാൻ എളുപ്പമാണ് എന്ന് പറഞ്ഞ് അവർ വിളിച്ചു പറഞ്ഞു അശ്വത്ഥാമ ഹദ കുഞ്ചര. അശ്വത്ഥാമ ഹദ കുഞ്ചര, അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ മകൻ മരിച്ചു എന്ന് തളർന്നിരുന്ന ദ്രോണരെയാണ് അർജുനൻ അമ്പെയ്ത് കൊന്നത് എന്ന് മഹാഭാരതം. ലോകത്തെവിടെ നോക്കിയാലും പുത്രസ്നേഹത്തിന്റെ 1000 ശേഷിപ്പുകൾ നാം കാണുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് എന്റെ ശബ്ദം കേൾക്കാനെത്തി എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ ധാരാളമുള്ള ഈ സദസ്സിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ മക്കൾ നല്ലവരായി വളരണമെങ്കിൽ ആ ചിന്ത നമുക്കെപ്പോഴുണ്ടാകും. എപ്പോഴാ ഉണ്ടാകണ്ടേ? നമുക്ക് സാധാരണ അള്ളാഹുവേ എന്റെ മകൻ നന്നാവണമെന്ന് തോന്നണം എപ്പോഴാ? 10-20 വയസ്സായി അവനൊരു ഉച്ചയായപ്പോ സന്ധ്യയായപ്പോ 2 കോട്ടറൊക്കെ അടിച്ച് വയ്യ 2 കാടി വന്ന് ഇങ്ങനെ ആടി വന്നിട്ട് ഉമ്മാന്ന് വിളിച്ചപ്പോഴാണ് മാ കൂടുതൽ ഉമ്മാക്ക്. നമ്മുടെ മകൻ വഴിതെറ്റിപ്പോയി നമ്മൾ ഇവൻ ഒരു 8 കോട്ടറൊക്കെ അടിച്ച് വയ്യ വന്ന് ഉമ്മാന്ന് വിളിച്ചപ്പോ പതിവില്ലാത്ത പോലെ ഉമ്മാക്കൊരു 3-4 മാ കൂടുതൽ. അങ്ങനെ എന്നാൽ പടച്ചവനെ ഇവൻ ഇങ്ങനെ ആയി പോയല്ലോ അള്ളാഹു, ഇവൻ വഴിതെറ്റിപ്പോയല്ലോ പടച്ചവനെ, ഇനിയിപ്പോ ഇവൻ എങ്ങനെ നന്നാക്കും? ഏതായാലും കബീർ മുസ്ലിയാർ കണ്ടംകുളത്തിൽ ഏഹി വല്ല് ആ കണ്ടംകുളത്ത് വാതിന് വരുന്നുണ്ട്. ഉസ്താദെ ഒരു 100 രൂപ എന്റെ മോൻ നന്നാവാൻ വേണ്ടി ദുആ ചെയ്യണം. നമുക്ക് ഏറ്റവും അവസാനം മക്കളെക്കുറിച്ച് ചിന്ത വരുന്നത് എപ്പോഴാ? അവരെല്ലാവരും ലോകത്ത് അവരുടെ വഴിതെറ്റി മാറുമ്പോൾ ഇനി ഇവരെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്നവർ അല്ല സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് കേൾക്കുക, നിന്റെ മക്കൾ നല്ലവരായി വളരണമെങ്കിൽ അവർ ദുസ്വഭാവികളാകാതെ നീ ആഗ്രഹിച്ചതുപോലെ വരണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക. അള്ളാഹു പറയുന്നു ഹുവല്ലദീ ഖലഖലകും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹാ ലിയസ്കുന ഇലൈഹാ. അല്ല പറയുകയാണ് മക്കളെക്കുറിച്ച്. എന്റെ ശബ്ദങ്ങൾ കാണിച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓരോ മാതാപിതാക്കളോടും നാളെ ഭാവിയുടെ പ്രതീക്ഷയായി മക്കളെ വളർത്തുന്ന, നാളെ ജീവിതത്തിന്റെ സാധാരണ ഘട്ടത്തിൽ മക്കളെ കൈപിടിച്ച് നടക്കാമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ ഓരോ മാതാപിതാക്കളും അങ്ങനെയാണ് മക്കളെ വളർത്തുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സന്താനങ്ങൾ വളരേണ്ട സാഹചര്യമുണ്ട്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മക്കളെ വളർത്തേണ്ട കാര്യം പറയുമ്പോ അള്ളാഹു ആദ്യം പറയുന്നത് എന്താണെന്നറിയുമോ? ഹുവല്ലദീ, അള്ളാഹു ആണെന്ന് നിങ്ങൾ പറയുമോ? ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, അള്ളാഹുവാണ് ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്. ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത്. അള്ളാഹു ഒരു മനുഷ്യന്റെ തുടക്കം മുതൽ ഖുർആന്റെ ഒറ്റായത്തിൽ പറയുകയാ, ഒരു മാതാവിന്റെയും ഒരു പിതാവിന്റെയും മകനായിട്ട് നീ ഭൂലോകത്ത് വന്നതാ. അവിടെ നിന്ന് നീ നേരെ ജീവിതം തുടങ്ങുമ്പോ അള്ളാഹു പറയുന്നു നീ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. നിന്റെ ബാല്യം കഴിഞ്ഞ് കൈമാരം കഴിഞ്ഞ് നിന്റെ യുവത്വനെത്തുമ്പോ അള്ളാഹു പറയുന്ന മോനെ നീ ഒറ്റയ്ക്ക് ജീവിച്ചാൽ പോരാ, ഈ ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് നടന്നാൽ പോരാ. അള്ള പറയുന്നു ഓരോ പുരുഷനും ഒരു ഇണയുണ്ടാകണം, ഓരോ പെണ്ണിനും ഒരു തുണയുണ്ടാകണം. അള്ള പറയുന്നു വജഅല മിൻഹാ സൗജഹാ വജഅല മിൻഹാ സൗജഹാ. അള്ള പറയുകയാണ് ഓ മനുഷ്യ, നിനക്ക് ഞാൻ വിവാഹത്തിന് വേണ്ടി ഒരു ഇണയെയും തെരഞ്ഞെടുത്തു തരികയാ. എന്റെ ശബ്ദ സേവിക്കാൻ ഇവരെ പഠിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആരുടെയെങ്കിലും മക്കളുടെ ദുഷ്ഭാവജ്ഞാനത്താൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? ആരുടെയെങ്കിലും മനസ്സിലെ മക്കളെ വലിയ കണ്ണീരായി പറന്നു കയറുന്നവോ? ആ സമയത്ത് നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ നിക്കാഹ് എവിടെ വെച്ചാണ് നടന്നത്? നിങ്ങളുടെ വിവാഹം എവിടെ വെച്ചാണ് നടന്നത്? ആ വിവാഹം നടന്ന സ്ഥലമെന്നോർത്ത് നോക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ വാക്കുകളാണ്. ഈ മനുഷ്യനെ സൃഷ്ടിച്ച അവനെ ജീവിതത്തിന്റെ സന്മാർഗത്തിന്റെ പാന്താവ് തുറന്നുതന്ന അള്ളാഹു അടുത്തതായി മക്കളെ പറയുന്നതിന് മുമ്പ് അള്ളാഹു ആദ്യം പറയുന്നത് എന്താണെന്നറിയുമോ? കല്യാണത്തെക്കുറിച്ചാണ്, നിക്കാഹിനെ കുറിച്ച്. അല്ല പറയുന്നത് എന്താണെന്നറിയുമോ? വജഅല മിൻഹാ സൗജഹാ. ഓ
മനുഷ്യ നിനക്ക് ഞാനൊരു ഇണ തന്നില്ലയോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? നമ്മുടെ മക്കളെ കുറിച്ചുള്ള ചിന്ത പ്രസവം മുതൽ തുടങ്ങിയാ പോരാ, നിന്റെ ഭാര്യ ഗർഭിണിയാകുമ്പോൾ തുടങ്ങിയാ പോരാ, നിന്റെ സന്താനങ്ങളെ നന്നാകണമെന്ന ആഗ്രഹമോ നിന്റെ നിക്കാഹ് നടക്കുന്ന ആ സമയം മുതലുണ്ടാകണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്നല്ലേ ഈ ആയത്തിന്റെ അർത്ഥം സഹോദര? അല്ലാഹു എടുത്തത് മക്കളെ കുറിച്ചാണ് പറയുന്നത്. ആ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിനു മുമ്പ് ആദ്യം അല്ലാഹു പറയുന്നത് എന്താ? വിവാഹം എന്ന് പറഞ്ഞാൽ ഇതൊരു കളിതമാശയല്ല, നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇതൊരു ചടങ്ങ് മാത്രമല്ല, എവിടെയെങ്കിലും നടക്കുന്ന ആഭാസം മാത്രമല്ല. അങ്ങനെയാണല്ലോ അള്ള പറയുന്നു, നിക്കാഹ് എന്ന് പറയുന്നത് ഒരു തലമുറയുടെ തുടക്കമാണ്. നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന്റെ തുടക്കമാണ് നിന്റെ വിവാഹം. ആ വിവാഹം പവിത്രമാകണേ, ആ വിവാഹം പവിത്രമായ സ്ഥലത്ത് വെച്ചാകണേ, ആ വിവാഹം നീ നല്ല രീതിയിൽ നടത്തണേ എന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ റസൂല് വിവാഹത്തിന്റെ കാര്യത്തിൽ രണ്ട് കാര്യമാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ഈ നിക്കാഹിനെ നിങ്ങൾ പരസ്യമായിട്ട് നടത്തണേ. നിന്റെ ഓരോരുത്തരുടെയും നിക്കാഹിന് പള്ളിയിൽ വെച്ച് നടത്തണേ എന്ന് നബി മുഹമ്മദ് വിവാഹച്ചന്തയിലെ മാത്സര്യബുദ്ധിയോടെ കോടികളൊറിഞ്ഞ് പകടുകളിക്കുന്ന സമുദായത്തിന്റെ നടുവില് എല്ലാവരും നിക്കാഹ് നടത്തുന്നത് ഇവിടെ വെച്ചാ. ചിലർ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താറുണ്ട്, ചിലർ സിനിമാ കോട്ടയിൽ വെച്ച് നടത്താറുണ്ട്. എല്ലാ ആഭാസങ്ങളുടെ നടുവില് ഇന്ത്യൻ ഉരുക്ക് വ്യവസായി ലക്ഷ്മി മിത്തലിന്റെ പെണ്ണിനെ കെട്ടിച്ചപ്പോ മകളുടെ കല്യാണത്തിന് ഒരു നേരം എടുക്കാനുള്ള സാരിക്ക് 40 ലക്ഷം രൂപ വിലയാണെങ്കിൽ ആർഭാടങ്ങൾ വലിച്ചെറിഞ്ഞ് ലോകത്തിന്റെ ആഭാസങ്ങളുടെ ഹറാമുകളുടെ നടുവിലേക്ക് നിക്കാഹ് നടത്തുമ്പോ എന്റെ സഹോദര, ഈ വാക്ക് നിങ്ങൾ എങ്ങനെ പരിഗണിച്ചാലും കുഴപ്പമില്ല, എങ്ങനെ ഭരിച്ചാലും കുഴപ്പമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഒരു നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഒരു പുരുഷന്റെ ഒരു പെണ്ണിന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവാണ്, അവന്റെ ജീവിതത്തിന്റെ പ്രധാന കർമ്മമാണ്. ഓ കർമ്മം നീ പള്ളിയിൽ വെച്ച് നടത്തണേ. കാരണം ലോകത്തിൽ ആദ്യത്തെ നിക്കാഹ് നടന്നത് സ്വർഗത്തിൽ വെച്ച. ആദം നബിയെയും ഹവ്വാ ബീവിയുടെയും നിക്കാഹ് അല്ലാഹു നടത്തിയത് സ്വർഗത്തിൽ വെച്ചാണ്. അതുകൊണ്ട് നിക്കാഹ് സ്വർഗത്തിൽ വെച്ച് നടത്തപ്പെടേണ്ടതാ. ഓരോ നിക്കാഹും ഈ ഭൂമിയിലെ സ്വർഗത്തിൽ വെച്ച് നടത്തപ്പെടട്ടെ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. മക്കളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അള്ള പറയുന്ന എന്തിനെ കുറിച്ചാ? നിക്കാഹിനെ കുറിച്ചാ. അതുകൊണ്ട് മക്കൾ നന്നാവണമെങ്കിൽ ആദ്യം നിക്കാഹ് നല്ലെടുത്ത് വെച്ച് നടത്തണം. നമ്മൾ എവിടെ വെച്ചാ കല്യാണം നടത്തണേ? എവിടെ വെച്ചാ നമ്മൾ നിക്കാഹ് നടത്തണേ? പള്ളി വെച്ച് നിക്കാഹ് നടത്തോ? അള്ളാന്റെ റസൂൽ വന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഐലിനു ഹാദ നിക്കാഹ്, നിക്കാഹ് പരസ്യമായിട്ട് നടത്തണം, രഹസ്യമായ കല്യാണം പാടില്ല. ഐലിനു ഹാദ നിക്കാഹ്, ഈ നിക്കാഹിനെ നിങ്ങൾ പരസ്യപ്പെടുത്തണം, രഹസ്യ നിക്കാഹ് പാടില്ല. എന്ന് പറഞ്ഞാൽ രാത്രിയിൽ കൈ പിടിച്ച് കയറിക്കൊണ്ട് വന്നിട്ട് ഇതൊന്നും നിക്കാഹ് തരാൻ പറയാൻ പറ്റൂല. 4 പേരുടെ മുമ്പിൽ വെച്ച് പരസ്യമായിട്ട് തന്നെ നടത്തണം. ആ വാപ്പയും ഉമ്മയൊക്കെ അറിഞ്ഞ് പരസ്പരം കണ്ട് പറഞ്ഞ് ബോധിച്ച് സംസാരിച്ച് നിങ്ങൾക്ക് കുടുംബമൊക്കെ ഒത്തതാണോ എന്നൊക്കെ നോക്കി പരസ്യമായിട്ട് നടത്തണം. അല്ലാതെ ചുമ്മാ മിസ്കോൾ അടിച്ചിട്ട് നീ ഇവിടെ 10 മണിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നേരം ഞാൻ വരാം, നമുക്ക് രണ്ടുപേരും കൂടെ തെങ്കാശിക്ക് പോകാന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് നിക്കാഹ് ശരിയാവില്ല. ഒന്ന്, നിക്കാഹ് പരസ്യമായിട്ട് നടത്തണം. രണ്ടാമത്തേത് നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ഒത്തിരി ഉണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഹൈന്ദവരുടെ കല്യാണം നടക്കണം എവിടെ വെച്ചാ? എവിടെ വെച്ചാ? അമ്പലത്തിൽ. ക്രിസ്ത്യാനിയുടെ കല്യാണം നടക്കണം എവിടെ വെച്ചാ? പള്ളിയിൽ. നേരത്തെ കല്യാണം എവിടെ വെച്ചാ? സിനിമാ കോട്ടയിൽ. ഹൈന്ദവരുടെ കല്യാണം അമ്പലത്തിൽ വെച്ച്, ക്രൈസ്തവ സഹോദരങ്ങളുടെ കല്യാണം പള്ളിമേടയില് വികാരിയുടെ സാന്നിധ്യത്തില്. നമ്മുടെ കല്യാണം മുയിലാരും വേണ്ട, മുക്രിയും വേണ്ട, അവരെ വിളിച്ചു വലിച്ച് എവിടെയെങ്കിലും കൊണ്ടുപോയി ആഡിറ്റോറിയത്തിൽ വെച്ച്. നീ ആരെയാ സഹോദരങ്ങളെ പിൻപറ്റുന്നത്? ഇത് പറയുമ്പോ ആർക്കും ഇഷ്ടപ്പെടില്ല. ആ ആഡിറ്റോറിയത്തിൽ കയറിയിട്ട് സർവ്വ ഹറാമം നടന്നു. ആഡിറ്റോറിയത്തിന്റെ ഫ്രണ്ട് വരെ നോക്കിയാൽ നമ്മളവർക്ക് ഏതോ രാഷ്ട്രീയ പാർട്ടിയുടെ വനിതാ സമ്മേളനം നടക്കുകയാണ്. ആഡിറ്റോറിയം നിറച്ച് പെണ്ണുങ്ങൾ, പുരുഷന്മാര് 4-1 കാണുള്ളൂ. അവിടെ വെച്ച് നിക്കാഹ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് നടന്ന സ്വർഗത്തിൽ വെച്ചല്ലേ? അവിടെ വെച്ചല്ലേ നടത്തേണ്ടത്? ഹൈന്ദവര് നടത്തുന്ന അവിടെ വെച്ചാ? അമ്പലത്താണ് വെച്ചല്ലേ താലി കെട്ടുള്ളൂ. നമ്മളോ
അള്ളാന്റെ റസൂൽ പറഞ്ഞ് പള്ളിയിൽ വെച്ച് നടക്ക്. കാരണം കല്യാണമൊക്കെ തോന്നിവാസത്തിന് നടത്തി, അള്ളാഹ് പറഞ്ഞ പോലെ നടത്തൂല. എല്ലാം തോന്നിവാസത്തിന് നടത്തി. അവസാനം അധികങ്ങളുണ്ടായ കൊച്ചു തലയിരിച്ചു കൊണ്ട് അള്ളാഹ് നീ നന്നാക്കിയിട്ട് അവിടുത്തെ അള്ളാഹ് നന്നാക്കാതിരിക്കുക. അള്ള പറഞ്ഞ പോലെ ചെയ്തിട്ട് വേണ്ട അള്ളയോട് നന്നാക്കാൻ പറയാൻ. എല്ലാം നിനക്ക് തോന്നിവാസത്തിൽ നടത്തി, എല്ലാം നിന്റെ ഇഷ്ടത്തിനെടുത്ത് നടത്തി. അവസാനം അവൻ കള്ളു അടിച്ചിട്ട് വീട്ടിൽ വന്നപ്പോ പടച്ചവനെ നീ ഇവനെ ഒന്ന് നന്നാക്കിയിട്ട് അള്ളാഹുവേ. ആദ്യം മുതലേ ശ്രദ്ധിക്കണം. ആദ്യം അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ നിക്കാഹ് നീ പള്ളിയിൽ വെച്ച് നടത്ത്. റിസപ്ഷൻ, ആഡിറ്റോറിയത്തിൽ, സൗകര്യപ്രദമായ എവിടെയും ആയിക്കൊള്ളട്ടെ. നീ നിന്റെ ഒരു പുതിയ ജീവിതത്തിലോട്ട് തുടങ്ങാൻ പോവാൻ. നിന്റെ പുതിയ ജീവിതം തുടങ്ങുന്ന ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ചായിരിക്കട്ടെ. നിന്റെ നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, എന്ത് ലാഭമാണ് നിനക്ക് കിട്ടുന്ന നിക്കാഹ് ആഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിട്ട്? അതുകൊണ്ട് നിക്കാഹ് സുന്നത്തായിട്ട് പള്ളിയിൽ വെച്ച് നടക്കും. ഇൻഷാ അല്ലാഹ് തീരുമാനമെടുക്കും. എന്റെ നിക്കാഹ് ഞാൻ പള്ളിയിൽ വെച്ച് നടത്തും തീരുമാനമെടുക്കും. തീരുമാനമെടുക്കാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ് പറയും. കളവന്മാരല്ലാടാ ഇൻഷാ അല്ലാഹ് നീ കെട്ടാൻ പോണാ. വയസ്സായ ആളുകളൊക്കെ ആമീൻ സ്ട്രോങ് ആയിട്ട് പറയണം. എന്തോ ഉദ്ദേശം? ഇനിയിപ്പേതായാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സമാധാനം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്റെ ചെറുപ്പക്കാരുണ്ട് ഇവിടെ. നിങ്ങൾ ധൈര്യമായിട്ട് പറയും. എത്രയോ മാതാപിതാക്കളുണ്ട്. നിങ്ങൾ പറയും പുതിയാപ്പിള പെണ്ണ് കാണാൻ വേണ്ടി വരുമ്പം എല്ലാം ഓക്കെയാണ്, ഞങ്ങൾക്കൊരു ഡിമാൻഡ് ഉണ്ട്. എന്താണ് ഡിമാൻഡ്? നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തും. ഏതെങ്കിലും ഒരു ഉമ്മ പറയാണ്ടായിരുന്നോ? മാതാപിതാക്കൾ പറയും, ചെറുപ്പക്കാർ പറയും, ഇൻഷാ അല്ലാഹ് കല്യാണമൊക്കെ റെഡിയായി, എനിക്ക് എന്റെ നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തും. നിക്കാഹ് എന്ന കർമ്മം പള്ളിയിൽ വെച്ച് നടത്തി. ബാക്കി റിസപ്ഷനും മറ്റൊക്കെ ഓഡിറ്റോറിയങ്ങളായിക്കൊള്ളട്ടെ. ഇൻഷാ തയ്യാറല്ലേ? വളരുന്ന മക്കൾ നന്നാവണമെങ്കിൽ എന്തുവായിക്കോളാം. ഞാൻ എന്റെ കടമ നീയത്ത് വെക്കിയ സഹോദരങ്ങൾ ഇൻഷാ അല്ലാഹ് പറയും. വൃദ്ധന്മാരോടും മാതാപിതാക്കൾ പറയും, ഞങ്ങളുടെ മക്കളുടെ കല്യാണം അത് മോളാകട്ടെ മോനാകട്ടെ നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തണമെന്ന് പുതിയാപ്പിളയോട് പറയുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അള്ളാഹു പറഞ്ഞു, നിന്റെ വിവാഹം കഴിഞ്ഞു. എന്തിനാണ് ഈ വിവാഹം കഴിക്കുന്നത്? അള്ള പറയുന്നു, ലിയസ്കുനു ഇലൈഹാ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാൻ, സമാധാനപരമായൊരു ജീവിതം നടക്കാൻ പോവാൻ, ജീവിതം തുടങ്ങാൻ പോവാൻ. ശ്രദ്ധിച്ച് കേൾക്കണം. വലിയ വാദമൊന്നും പറയാനെ കൊണ്ട് വയ്യ. അതുകൊണ്ട് ഇത് കേട്ടിട്ട് ഇനി പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കും. ഖുർആൻ സൂറത്തുൽ അഅറാഫ്. അങ്ങനെ നിന്റെ നിക്കാഹ് കഴിഞ്ഞു. നിക്കാഹ് കഴിക്കുന്ന എന്തിനാ? ലിയസ്കുനു ഇലൈഹാ, നിന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവാൻ, നിന്റെ ദാമ്പത്യ ജീവിതം സുഖകരമാകാൻ, നിന്റെ അസ്വസ്ഥതകളൊക്കെ മാറാൻ, ജീവിതത്തിൽ ഒരു തുണയുണ്ടാകുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ സമാധാനമൊക്കെ കിട്ടും. അല്ലേ? അങ്ങനല്ലേ കല്യാണം? സന്തുഷ്ട ഭാര്യ ഭർത്രോ ഭർത്രോ ഭാര്യോ സദൈവജ യസ്മിൻ ദേവ കുലേ നിത്യം കല്യാണം തത്ര വൈഭൃവം. സന്തുഷ്ട ഭാര്യ ഭർത്രോ ഭർത്രോ ഭാര്യോ സദൈവജ യസ്മിൻ ദേവ കുലേ നിത്യം കല്യാണം തത്ര വൈഭൃവം. സന്തുഷ്ട ഭാര്യയോ ഭർത്രോ, സന്തുഷ്ടയായ ഭാര്യയും ഭർത്താവും, സ്നേഹമുള്ള ഭർത്താവും ഭാര്യയും, യസ്മിൻ ദേവ കുലേ നിത്യം, അതിലൂടെ അവരുടെ കുലം വളരാൻ പോവുകയാണ്. കല്യാണം തത്ര വൈഭവം. കല്യാണം ഒരു വലിയ സംഭവമാണ്. വിവാഹം കഴിക്കുന്നത് സ്നേഹവും സമാധാനവും ഉണ്ടാകാനാണെന്ന് ഭഗവത്ഗീത. കല്യാണം കഴിക്കുന്നത് എന്തിനാണ്? സമാധാനത്തിന് വേണ്ടിയാണ്. പെണ്ണുങ്ങൾ പറയും, പൊന്നുസ്താദെ അന്ന് തീർന്ന സമാധാനമാണ്, ഇന്നിതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഞാൻ അടുത്തൊരു ദിവസം വാതിന് പോയപ്പോൾ ലോകാവസാനത്തിൽ ദജ്ജാല് വരുന്ന കഥ പറഞ്ഞു. ദജ്ജാല് വരും, ദജ്ജാലിന്റെ ഭയങ്കര ഉപദ്രവമാണ്. അങ്ങനെ ദജ്ജാലിന്റെ ശിക്ഷയിൽ നിന്ന്, ദജ്ജാൽ എപ്പോഴെങ്കിലും വന്നാൽ വീട്ടിൽ കയറി വന്നു, ദജ്ജാലിന്റെ ശിക്ഷയിൽ നിന്ന് ഉപദ്രവത്തിൽ രക്ഷപ്പെടാൻ ഒരു ദിക്റും പറഞ്ഞു കൊടുത്തു. സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ് പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്, പൊന്നുസ്താദെ 7 മണി കഴിയുമ്പോൾ എന്റെ വീട്ടിൽ ഒരു ദജ്ജാല് കയറി വരും, ആ ദജ്ജാലിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ദിക്റ് വല്ലതുകൊണ്ട്, അതിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിന്റെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞതോടുകൂടി അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ജീവിതത്തിന്റെ ദാമ്പത്യത്തിന്റെ മണിയറ ബന്ധം തുടങ്ങുമ്പോ അല്ല പറയുന്നു, ഫലമ്മാ തഗസ്സാഹാ حملت حملا خفيفا فمرت به فلما أثقلت دعوا الله ربهما لئن أعطيتنا صالحا لنكونن من الشاكرين.
അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നിങ്ങൾ രണ്ടുപേരും ആ ദമ്പതികൾ അവരുടെ ജീവിതത്തിലോട്ട് കടന്നു ചെല്ലുകയാണ്. അവരവരുടെ ജീവിതം തുടങ്ങുകയാണ്. അവനവളെ പൊതിഞ്ഞു കഴിയുമ്പോ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോ ഹമലത്ത് ഹംലന ഖഫീഫ, പെണ്ണതാ ലഘുവായ ഗർഭധാരിണിയായി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക. ഇത്രയേറെ വ്യക്തമായിട്ട് മക്കളെ പരിപാലിക്കുന്ന ഒരു ഗ്രന്ഥം പറയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവർ രണ്ടുപേരും നമ്മൾ കടപ്പുറയിലോട്ട് കടന്നുപോയപ്പോ ഹമലത്ത് ഹംലന ഖഫീഫ, നിന്റെ ഭാര്യതാ ലഘുവായ ഗർഭധാരിണിയായി മാറി. രണ്ടുപേരും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഹമലത്തെ ഹംലൻ ഖഫീഫ, അവൾ ഗർഭധാരിണിയായി. അപ്പൊ അവൾ എന്ത് ചെയ്യണം? സാധാരണ ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്ന സന്തോഷ വാർത്ത ആദ്യം അറിയുന്നത് ആരാ അറിയുന്നത്? മനോരമ ന്യൂസ്. നമ്മുടെ ഭാര്യ എന്നറിയാമാണ്. കൈരളി ഏഷ്യാനെറ്റ് വേണം. അതുണ്ട്. നമ്മുടെ ഭാര്യ ഗർഭിണിയാണ്, അവളൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു എന്ന് ആദ്യം അറിയുന്നത് ആരാണ്? വിചാരിച്ചത് ഭർത്താവ് അറിയണത് അവളല്ലേ അറിയണത്. ആദ്യം അവർക്ക് മനസ്സിലാകും, അൽഹംദുലില്ലാഹ് എനിക്കൊരു കുഞ്ഞിക്കാല് കാണാൻ പോവാൻ എന്ന് ഒരു ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? ഇത് ഞാൻ പറയുന്നല്ല, ഖുർആൻ മാത്രമാണ്. സൂറത്തുൽ അറാഫ് നിങ്ങൾ കേട്ടോളെ. എന്ത് ചെയ്യണം? ഇത് അള്ളാഹു കൃത്യമായിട്ട് വഴി പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അവസാനം വരെ പറയാം. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കട്ടെ. എന്ത് ചെയ്യണം? ഒരു സ്ത്രീ അറിഞ്ഞു എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്ന് ആദ്യം അതിന്റെ അടയാളം അറിയുന്നവരാണ്. അറിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? സാധാരണ പെണ്ണുങ്ങൾ നേരെ ഫോൺ എടുത്തിട്ട് ഉമ്മാനെ വിളിക്കും. ഉമ്മ പിന്നെ ഒരു വിശേഷം പറയാം. സാധാരണ അവരുമായിട്ട് ഉമ്മയുമായിട്ടാണല്ലോ ബന്ധം ചെറുപ്പത്തില്. അതുകൊണ്ട് സാധാരണ ഒരു പെണ്ണ് ആരെ വിളിക്കും? ഉമ്മയെ വിളിക്കും. അള്ളാഹ് പറയുന്നു ആദ്യം വിളിക്കേണ്ടത് ആരെയാണ്? അള്ളാഹു പറഞ്ഞു ആദ്യം വിളിക്കേണ്ടത് ആരെയാ? ഖുർആനാണ്. കേട്ടിട്ടുണ്ടെങ്കിൽ മുമ്പ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? അള്ളാഹ് പറയണ ആരെ ആദ്യം വിളിക്കണം? പറയുകയാണ്, ആ ഭാര്യ ആ സന്തോഷ വാർത്തയുമായി തന്റെ ഭർത്താവിന്റെ അടുക്കിലേക്ക് പോകണം. അള്ളാന്റെ ഖുർആൻ പറയുകയാണ്, ആ ഭർത്താവിന്റെ അടുക്കൽ അവൾ ആ സന്തോഷ വാർത്ത പറയണമത്രേ. ആരോട് പറയണം? ആരോട് പറയണം? ഭർത്താവിന്. ഇതൊന്നും ഞാൻ പറയണത് അള്ളാന്റെ ഖുർആനാണ്. നിങ്ങൾ പറയുക ഗദീമുസിലേക്കൊക്കെയാണോ പറയണത്? അള്ളാഹ് പറയണത് ആദ്യം ആരോട് എന്ന് പറയണം? ഭർത്താവിനോട് ചെന്ന് ആ സന്തോഷ വാർത്ത പറയണം. അതാണ് ദാമ്പത്യ ബന്ധത്തിന്റെ ഏറ്റവും വലിയ ദൃഢത. ഭർത്താവിനോട് പലമ്മാ തകച്ചാഹ സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ഇതുവാ പിന്നെ ഒരു സന്തോഷ വാർത്ത പറയണ്ട. എന്താന്ന് പറയാം? നിങ്ങൾക്ക് മനസ്സിലായില്ല. ഈ കാര്യം എന്താന്ന് പറയാൻ മനുഷ്യനെ ഇടങ്ങേറാക്കാതെ പിന്നെ ഈ മൂന്നാല് പിന്നെ സൂചിയും പറയാനായിട്ട് അപ്പഴേ മനസ്സിലാക്കിക്കോണം എന്തോ ഉണ്ട്. അപ്പൊ പയ്യം താഴോട്ടൊക്കെ കുനിഞ്ഞൊക്കെ ഇരിക്കും. എന്തുവാ കാര്യം? ഹമലത്തെ ഹംലൻ ഖഫീഫ. അള്ളാഹ് പറയുന്നു ലഘുവായ ഗർഭധാരണം എന്ന് പറഞ്ഞാൽ ആദ്യം പ്രാരംഭഘട്ടം. അപ്പൊ ഒരു പെണ്ണിന് പെട്ടെന്ന് ഭർത്താവിനോട് തുറന്നു പറയാൻ, കാരണം കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളായിട്ടുണ്ടാവില്ല, പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. പലരും പിന്നെ നിങ്ങളിന്ന് വേങ്ങോടോ പോത്തക്കോടോ ഒക്കെ പോണെങ്കിൽ ഒരു രണ്ടിലും പുളിമാങ്ങ മേടിച്ചുകൊണ്ട് വരണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പൊ അങ്ങനെ പറയുമ്പോ അതിന്റെ അർത്ഥം ഒരു സന്തോഷ വാർത്തയാണ്. ആ സമയത്ത് എന്ത് ചെയ്യണം? ഭാര്യ വന്ന് ഭർത്താവിനോട് ഇതാ ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത പറഞ്ഞാൽ എന്ത് പറയണം? അവര് രണ്ടുപേരും കൂടി പറയണം, അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ. അല്ലാഹുവേ നീ ഞങ്ങൾക്കൊരു തലമുറയുടെ അവകാശിയെ തരുകയാണ്. എത്രയോ ആളുകൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് നീ സന്താനങ്ങളെ കൊടുത്തില്ല. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് സന്താനങ്ങളെ തന്നു. അല്ലാഹുവേ അൽഹംദുലില്ലാഹ്. അവര് ഭാര്യയും ഭർത്താവും കൂടി അല്ലാഹുവിന് സ്തുതി പറയണം. എന്നിട്ട് വിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുന്ന വിഷയം വിശാലമാണ്. ചുരുക്കത്ത് അല്ലാഹ് പറയുകയാണ്, ഫലമ്മാ
ആ ഗർഭധാരണം ഉറപ്പായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അത് പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആ സ്ത്രീ 4 മാസം ഗർഭിണിയായി. അപ്പോഴാണല്ലോ അല്ലാഹു ആ കുഞ്ഞിന് റൂഹിനെ ഊതുക. അല്ലാഹുവിന്റെ മലക്കിനെ പറഞ്ഞു വിടുന്നു. ആ മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന് റൂഹൂതുമ്പോ ആ സമയത്ത് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കൈയും കാലും അനക്കാൻ തുടങ്ങും. ആ സമയത്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, എന്റെ ശബ്ദം കേൾക്കുന്നവരെ ചെയ്തു കൊള്ളണേ. അല്ലാഹു പറയുകയാണ്, ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞ് അനങ്ങാൻ തുടങ്ങുമ്പോ അത് 4-ാം മാസത്തിലാണ് അനക്കം നിൽക്കുന്നത്. ആ സമയത്ത് ഭാര്യയും ഭർത്താവും കൂടി എന്ത് ചെയ്യണമെന്നറിയുമോ? അല്ല പറയുകയാണ്, മാതാപിതാക്കളെ രണ്ടും കൂടി അല്ലാഹുവിനോട് ആ സമയത്ത് ദുആ ചെയ്യണം. അല്ലാഹു പറയുന്നു, 4 മാസം എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണേ. രണ്ടുപേരും കൂടി ഒന്നിച്ച് ദുആ ചെയ്യണം. എന്തെന്ന് ദുആ ചെയ്യണം? പ്രസവിക്കണതിന് മുമ്പ് 4 മാസമായി. 4 മാസമാകുമ്പോ എന്ത് ചെയ്യണം? രണ്ടുപേരും കൂടെ ദുആ ചെയ്യണം. എന്തോന്ന് ദുആ ചെയ്യണം? ഉമ്മ പറയും, എനിക്ക് പെൺകൊച്ചു മതി. വാപ്പ പറയും, എനിക്ക് ആൺകൊച്ചു മതി. ഉമ്മ പറയും, എനിക്ക് വാപ്പ പറയും, പിന്നെ ഇടയ്ക്കെങ്ങാനും വൈകുന്നേരം ഒന്ന് കടയിലൊക്കെ ഇരുത്തിയിട്ട് വരണമെങ്കിൽ പെൺകൊച്ചിന് ഇരുത്തിയിട്ട് വരാൻ പറ്റുമോ? തിരിച്ചു പോകുമ്പോൾ പെൺകൊച്ചും കാണൂല, കടയും കാണൂല. അതുകൊണ്ട് എനിക്ക് കടയിലൊക്കെ വല്ലപ്പോഴും എടുത്തിട്ട് വരണമെങ്കിൽ ഒരു ആൺകൊച്ചു മതി. ഉമ്മ പറഞ്ഞ അതൊന്നും വേണ്ട, എനിക്ക് വയസ്സായി കഴിയുമ്പോൾ മടലൊടിഞ്ഞ എവിടെയെങ്കിലും കട്ടിലേക്ക് കിടക്കുമ്പോൾ അത് ചൂടുവെള്ളം തരണമെങ്കിൽ ഒരു പെൺകൊച്ചുണ്ടേ പറ്റുള്ളൂ. ഉമ്മാക്ക് ആഗ്രഹം പെൺകൊച്ചു, വാപ്പാക്ക് ആഗ്രഹം ആൺകൊച്ചു.